മിൻചോന്റെ കേസ് ഞാനങ്ങനെ വിട്ട് കളയുവാനായിട്ടൊന്നും പോകുന്നില്ല. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമൊക്കെ ഉണ്ടേന്നായിരുന്നു മാണ്ഡുവിന്റെ അടുത്ത് ബിന്ദ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ബെയിലും 1 വർഷത്തെ സമയമല്ലേ നമുക്ക് നൽകിയിട്ടുള്ളൂ. അതിനു മുമ്പ് അവൻ തന്ന പണിഷ്മെന്റ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് നമുക്ക് തിരിച്ചു പോകാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്രൂരമായിട്ടൊക്കെ ചിന്തിച്ചാലും അതിൽ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിന്ദയും ഇരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും ബിന്ദയും വിധി പറയുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. ബിന്ദയാകട്ടെ പെൺകുട്ടീനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പെൺകുട്ടിയും അവന്റെ അടുത്ത് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് ലെറ്ററൊക്കെ നൽകിയതല്ലേ. പിന്നെ അവനും വലിയ പ്രായമൊന്നും ഇല്ലല്ലോ. മാത്രല്ല ആദ്യമായിട്ടാണ് അവനൊരു കുറ്റമൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പല കാരണങ്ങളൊക്കെ വെച്ച് വരുമ്പോഴത്തേക്കും അവനും ഫൈൻ മാത്രം ഈടാക്കുന്നു എന്ന് പറഞ്ഞ് 3 മില്യൺ തുകയൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. അതായത് പ്രോസിക്യൂട്ടർ 1 വർഷമെങ്കിലും അവന് തടവൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെയും 2 വർഷം അവന് തടവ് കൊടുക്കാമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒടുവിലായിട്ട് വിധി പറഞ്ഞപ്പോഴത്തേക്കും അവൻ 1 ദിവസത്തെ തടവ് പോലും കൊടുത്തിട്ടില്ല. ആകെ കൊടുത്തത് ഫൈൻ മാത്രമാണ്. അങ്ങനെ ഒരു വിധിയൊക്കെ ആയിരിക്കും അവൾ പറയുക എന്ന് അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ മിൻചോൺ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെ ഓർത്തുകൊണ്ട് പേരൻസ് വിഷമിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഡയോണാണ് ഏറ്റവും കൂടുതൽ വിഷമമൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഡയോണും നേരെ ബിഗ്നേനെ കാണുവാനായിട്ടൊക്കെ എത്തുന്നു. ഡയോണും ബിഗ്നയുടെ അടുത്ത് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും പ്രതിക്ക് ലഭിക്കേണ്ട ശിക്ഷ ഉറപ്പായിട്ടും ലഭിക്കുന്നതായിരിക്കും. പക്ഷേ വ്യക്തിമും അവനോട് ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞ് ലെറ്റർ കൊടുത്തത് കൊണ്ട് തന്നെ എനിക്ക് നിയമത്തിന് അനുസൃതമായിട്ട് മാത്രമേ ഓരോ കാര്യവും ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബിഗ്നയും പെട്ടെന്ന് തന്നെ പോകുന്നു. മിൻചോന്റെ ബോയ് ഫ്രണ്ട് ജയിലിൽ നിന്നും ഇറങ്ങുമ്പോഴത്തേക്കും വെളിയിലായിട്ട് ഡയോൺ നിൽപ്പുണ്ടായിരുന്നു. ഡയോൺ ആകട്ടെ അവന് ടോഫു ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും അവനും അത് മേടിക്കുവാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പായിട്ട് തന്നെ ടോഫു നിലത്തേക്കൊക്കെ കളയുകയായിരുന്നു ഡയോണും. നിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ചിവിടെ കൊണ്ടുവന്നിട്ടതായിരുന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് നീ ഇറങ്ങിപ്പോകുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും ഇനി നീ ഒരിക്കലും മിൻചോന്റെ അടുത്തേക്ക് ചെന്നേക്കരുത്. അവളെ ഉപദ്രവിക്കരുത്. ഇപ്പോഴാകട്ടെ നിന്നെ കോടതി വെറുതെ വിട്ടു. പക്ഷെ അടുത്ത തവണ അങ്ങനെ ആയിരിക്കുകയില്ല സംഭവിക്കുക. മര്യാദയ്ക്കിരുന്നാൽ നിനക്ക് കൊള്ളാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയോൺ പോകുന്നുണ്ടെങ്കിൽ പോലും ഡയോന്റെ അടുത്തുകൂടി ബോയ് ഫ്രണ്ടിന് ദേഷ്യമൊക്കെ തോന്നുന്നു. ഇപ്പോൾ ബോയ് ഫ്രണ്ട് ജയിലിന് വെളിയിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ മിൻചോൺ ഒട്ടും തന്നെ സേഫ് അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡയോണും മിൻചോന്റെ പേരൻസും കൂടി വന്നിട്ട് മിൻചോന്റെ പേരൻസിന്റെ വീട്ടിലേക്ക് പോകാം, ദയവ് ചെയ്ത് വീട്ടിൽ നിന്നും ഇറങ്ങി വാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവളും പുറത്തേക്ക് ഇറങ്ങി വരുവാനായിട്ട് തയ്യാറായിരുന്നില്ല. അവൾ എന്തായാലും വരികയില്ല എന്നൊക്കെ മനസ്സിലാക്കുന്ന അവരും കടയിൽ നിന്നും മേടിച്ച ഫുഡൊക്കെ അവളുടെ വാതിലിന് മുമ്പിലായിട്ട് വെക്കുമ്പോഴത്തേക്കും ഡയോൺ ആകട്ടെ ഒരു സ്മാർട്ട് വാച്ച് ഒക്കെ ആയിരുന്നു അവൾക്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് എപ്പോഴെങ്കിലും അപകടം തോന്നുന്ന സമയത്ത് ആ ഒരു വാച്ചിൽ ഞെക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ അവന്റെ ഫോണിലേക്കും മറ്റുമൊക്കെ സിഗ്നൽസ് വന്നോളും. സോ എമർജൻസി അലേർട്ട് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ആ ഒരു വാച്ച് എപ്പോഴും നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണമെന്നൊക്കെ പറഞ്ഞ് അതുകൂടി വാതിൽക്കൽ വെച്ചതിന് ശേഷം ഡയോണും പോകുന്നു. എല്ലാവരും പോയെന്ന് ഉറപ്പാക്കുമ്പോഴത്തേക്കും അവളും അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ എടുക്കുന്നൊക്കെയുണ്ട്. ഇനി ദിവസങ്ങളൊക്കെ കടന്നു പോവുകയാണ്. എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വിഘ്നയാകട്ടെ വളരെ മടിയൊക്കെ ആയിട്ടായിരുന്നു ഓഫീസിൽ ഇരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. മിൻചോൺ സേഫ് ആണോ എന്നൊക്കെ അറിയുവാനായിട്ട് ഇടയ്ക്ക് ഡയോൺ അവളുടെ വീട്ടിലൊക്കെ വന്ന് നോക്കുമായിരുന്നു. അവളും വാതിലൊന്നും തുറക്കുന്നില്ലെങ്കിൽ പോലും എല്ലാ ദിവസവും അവൻ കൊടുത്തിട്ടുണ്ടായിരുന്ന വാച്ചൊക്കെ കയ്യിൽ കെട്ടിയിട്ടാണ് ഇരിക്കുന്നത്. ബോയ് ഫ്രണ്ട് ആകട്ടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് 2 ആഴ്ചയായി. ഇതുവരെയായിട്ടും അവളെ കാണുവാനായിട്ട് വരികയോ മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. എങ്കിൽ പോലും ഡയോൺ ഡെയിലി അവളുടെ വീട്ടിൽ പോയി അവളെ സേഫ് ആണോ എന്നൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഈ ഒരു കാര്യത്തിൽ മറ്റൊരു അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. ഡെയിലി ഓരോരോ അപകടങ്ങളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് വിക്ടിംസ് ഉണ്ടാവുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു വിക്ടിമിന്റെ അടുത്ത് മാത്രം സ്ഥിരമായിട്ട് നീ പോകുന്നത് ഒട്ടും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇതുപോലെ എത്ര പേരെ നിനക്ക് ഡെയിലി പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇനി അവളെ കാണുവാൻ പോകുന്നതിന് പകരമായിട്ട് ബാക്കിയുള്ള ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് അമ്മയ്ക്കും അവന്റെ അടുത്ത് പറയുവാനായിട്ടുള്ളത്. കുറെ നാളുകൾക്ക് ശേഷം മിൻചോണും പതിയെ വെളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുന്നുണ്ട്. അതായത് അവളും പതിയെ പഴയ കാര്യങ്ങളൊക്കെ തന്നെ മറന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി ഒരിക്കലും ബോയ് ഫ്രണ്ട് തന്നെ ശല്യം ചെയ്യുകയില്ല എന്നൊരു വിശ്വാസത്തിൽ അവളും അച്ഛനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകുവാനായിട്ട് താൻ തയ്യാറാണെന്നൊക്കെ അറിയിക്കുന്നു. ഇത്രയും നാളായിട്ടും മിൻചോന്റെ ബോയ് ഫ്രണ്ട് ഒന്നും തന്നെ ചെയ്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബിന്നി ആകെ നിരാശപ്പെട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അയാളിപ്പോൾ എന്ത് ചെയ്യുകയാണെന്നൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാമല്ലോ എന്നൊക്കെ മാണ്ടു അവളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ബിന്നിയും
തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ബോക്സ് ഒക്കെ തുറന്നിട്ട് അതിനുള്ളിലുള്ള കണ്ണാടിയില് ആ ബോയ് ഫ്രണ്ടിന്റെ പേരൊക്കെ എഴുതി നോക്കുകയാണ്. അപ്പോഴാകട്ടെ ബോയ് ഫ്രണ്ട് ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണെന്നൊക്കെ അവൾക്കും കാണുവാനായിട്ട് കഴിയുന്നു. ബോയ് ഫ്രണ്ടും ഏറ്റവും നല്ല ചുറ്റികയൊക്കെ നോക്കി സെലക്ട് ചെയ്യുന്ന ആ ഒരു പരിപാടിയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അവളെ കൊല്ലുവാനായിട്ടാണ് പദ്ധതി എന്ന കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് വീട്ടിൽ ആകെ സന്തോഷിക്കുന്നു. ബോയ് ഫ്രണ്ട് ക്യാമറ ഒക്കെ മറച്ചു വെച്ചതിന് ശേഷം മിൻചോന്റെ കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്നുണ്ട്. അതേസമയം അച്ഛനായിരിക്കുമെന്നൊക്കെ അവൾ ആദ്യം വിചാരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഡയോൺ പറഞ്ഞിട്ട് ഒരു സാധനമൊക്കെ തരുവാനായിട്ട് എത്തിയതാണെന്നായിരുന്നു ബോയ് ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവളും അതൊക്കെ വിശ്വസിക്കുകയാണ്. മാത്രല്ല എന്ത് സാധനമാണെങ്കിലും ഡോറിന്റെ അവിടെ വെച്ചിട്ട് പോയിക്കോ എന്നൊക്കെ അവൾ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ചു നേരമൊക്കെ കഴിഞ്ഞ് അയാൾ പോയി കാണുമെന്നൊക്കെ വിചാരിച്ച് അവളും ഡോറൊക്കെ തുറക്കുന്നു. പക്ഷേ ബോയ് ഫ്രണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അയാളാകട്ടെ വളരെ ബലമൊക്കെ പിടിച്ചിട്ട് ഡോറൊക്കെ തള്ളി തുറന്ന് അകത്തേക്ക് കയറി വരുന്നു. അവൾക്കും അയാളെ തടയുവാനായിട്ടൊന്നും സാധിക്കുന്നില്ല. അയാളും അവളെ ഒരുപാട് ഉപദ്രവിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഡയോൺ കൊടുത്തിട്ടുണ്ടായിരുന്ന വാച്ചിലൊക്കെ ഞെക്കുവാനായിട്ട് അവൾ നോക്കുന്നുണ്ടെങ്കിലും അത് കണ്ടിട്ടുണ്ടായിരുന്ന അയാളാകട്ടെ അവനല്ലേ നിനക്ക് ഈ വാച്ചൊക്കെ നൽകിയത്, മറ്റാണുങ്ങളെ കാണുവാനായിട്ട് പാടില്ല എന്നൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞു ആ വാച്ചും തല്ലി പൊട്ടിക്കുകയാണ്. അയാൾ വീണ്ടും ഓരോരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നു. പിന്നെയും നടന്നു വരുന്ന വഴിക്ക് ഒരു കാറിന്റെ ചില്ലില് അവന്റെ പേര് വീണ്ടും എഴുതിയൊക്കെ നോക്കുമ്പോഴത്തേക്കും അവനും അവളെ ഉപദ്രവിക്കുന്നതായിട്ടും വാച്ചൊക്കെ തല്ലി പൊട്ടിക്കുന്നതായിട്ടും ഒക്കെ വിഘ്നയും കാണിക്കുകയാണ്. അവന്റെ അടുത്ത് ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ലെറ്റർ എഴുതി കൊടുക്കുകയാണെങ്കിൽ ഇനി അവൻ ഒരിക്കലും ശല്യം ചെയ്യുകയില്ല എന്നൊക്കെയായിരുന്നു അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവളും അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവനാകട്ടെ അവളെ ഒരുപാട് മിസ് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ കാണുവാനായിട്ട് എത്തിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. മാത്രല്ല അവന് അവളുടെ പേരൻസിനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടൊക്കെയില്ല. അതുകൊണ്ട് തന്നെ നീ ഒരിക്കൽ കൂടി പോലീസിനെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ കയറി നിന്റെ അച്ഛനെയും അമ്മേനെയും ഇല്ലാതാക്കുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് അവളെ വീണ്ടും പേടിപ്പിക്കുന്നു. അവനും അവളെ ഉപദ്രവിച്ചതിന്റെ സന്തോഷത്തിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയൊക്കെ പോകുന്നുണ്ട്. അതേസമയം ഇനി അവളെ കാണിക്കുമ്പോഴത്തേക്കും അവളും ആത്മഹത്യ ചെയ്യുവാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ബിഡ്നയും കണ്ണാടി നോക്കിക്കൊണ്ട് അവൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ ഹാപ്പിയൊക്കെ ആകുന്നുമുണ്ട്. ബിഡ്നയും വഴിയിൽ വെച്ച് ബോയ് ഫ്രണ്ടിനെ കണ്ടതിന് ശേഷം അവനോടൊരു കാര്യമൊക്കെ പറയുവാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവനെ അടുത്തേക്കൊക്കെ വിളിക്കുന്നു. അവളുടെ കയ്യിലാകട്ടെ ഒരു കത്തിയും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവിടെ വെച്ച് ആ ഒരു സീനൊക്കെ കട്ടായതിനു ശേഷം പഴയ ഡ്രാമയൊക്കെ തുടങ്ങിയ സമയത്ത് കാണിച്ച സീനിന്റെ ബാക്കിയൊക്കെ കാണിക്കുകയാണ്. സ്വർഗം എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ഒരു ഡോക്ടർ ചോദിച്ച സമയത്ത് ഞാൻ ഇതുവരെ സ്വർഗത്തിൽ പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അറിയുകയില്ല എന്നൊക്കെ അവൾ പറയുന്നു. മാത്രല്ല നരകം എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ അവർ ചോദിക്കുന്ന സമയത്താകട്ടെ എന്നെപ്പോലെ തന്നെ അത് വളരെ സുന്ദരമായിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നു. എല്ലാ മനുഷ്യരും അതിന്റെ സൗന്ദര്യമൊക്കെ കണ്ടിട്ട് അതിൽ മതിമറന്നു പോകും. പക്ഷെ ഒരിക്കലും അങ്ങനെ നമ്മൾ സ്വയം തെറ്റിദ്ധരിക്കപ്പെടുവാനായിട്ട് പാടില്ല. അത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണെന്നൊക്കെ അവളും പറയുകയാണ്. അങ്ങനെ ഇരിക്കെ ബിഡ്നിയും ചുറ്റുമുള്ള റോസാപ്പൂക്കളിൽ ഒന്നിനെ തൊട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിന്റെ അകത്ത് ഒരു കണ്ണൊക്കെ വരികയാണ്. പിന്നീടാകട്ടെ ചുറ്റുമുള്ള എല്ലാ റോസാപ്പൂക്കളിലും കണ്ണൊക്കെ വരുന്നു. അത് കണ്ട് അവൾ ഒരുപാട് പേടിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ പിന്നീട് അവൾ മുകളിലേക്കൊക്കെ പോകുന്നു. അങ്ങനെ ഇരിക്കെ നമ്മുടെ ബിഗ്ന പറയുകയാണ് യഥാർത്ഥത്തിലുള്ള നരകം ഒത്തിരി പേടിക്കുവാനുള്ളതൊന്നുമല്ല, പക്ഷെ ഇപ്പോഴുള്ള ഈ ഒരു ലോകമാണ് നരകത്തിനേക്കാളും പേടിക്കുവാനായിട്ടുള്ളത്. ഇവിടെയുള്ള മനുഷ്യരെല്ലാം തന്നെ ചെകുത്താന്മാരെ പോലെ തന്നെയാണ് എന്നൊക്കെ അവളും പറയുന്നു. അവൾക്കും മനുഷ്യരെയാണ് ഏറ്റവും ഇഷ്ടമില്ലാത്തതെന്നൊക്കെ അറിയിക്കുന്നുമുണ്ട്. ബിഡ്ഡയാകട്ടെ ഇപ്പോൾ കെട്ടിടത്തിന്റെ മുകളിലേക്കൊക്കെ ലിഫ്റ്റ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാകട്ടെ പേടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പക്ഷിയൊക്കെ അവളെ ആക്രമിക്കുവാനായിട്ട് വരുന്നു. അവളും അവിടെ നിന്ന് രക്ഷ തേടിയൊക്കെ പോകുമ്പോഴത്തേക്കും മറ്റൊരു ജഡ്ജിനെയൊക്കെ കാണിക്കുന്നു. നീയല്ലേ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന മനുഷ്യൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബിഡ്നെ പിടിക്കുവാനായിട്ട് നോക്കുകയാണ് ആ ഒരു ജഡ്ജും. അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോഴത്തേക്കും മറ്റൊരു മൃഗം കൂടി അവളെ ഫോളോ ചെയ്തൊക്കെ വരുന്നു. ആ ഒരു മൃഗത്തിന്റെ കൊമ്പൊക്കെ അവിടെ ഉണ്ടായിരുന്ന വോളിൽ തട്ടിയിട്ട് അവളെ ഉപദ്രവിക്കാനായിട്ടൊന്നും അതിന് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ അവളും കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതിനിട്ട് കുത്തുന്നുമുണ്ട്. പിന്നീട് അത് ശരിക്കും തന്നെ ഇല്ലാതാക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്താണ് അവളുടെ മുന്നിലായിട്ട് ഒരു വാതിലൊക്കെ ചെറുതായിട്ടൊന്ന് തുറക്കുന്നത്. ആ വാതിലിനുള്ളിൽ നിന്നും വരുന്ന പ്രകാശം കാരണം ആ ജീവിയും ഇല്ലാതായി പോകുന്നു. ബിഡ്നെ എന്തിനാണ് മരിച്ചതെന്ന് ഡോക്ടർ ചോദിക്കുന്ന സമയത്താകട്ടെ എനിക്ക് അതിനുള്ള കാരണമൊന്നും അറിയിക്കുകയില്ല, പക്ഷെ അവളെ ആരോ കുത്തിയതാണെന്നൊക്കെ ബിഡ്നയും അറിയിക്കുന്നു. ബിഡ്ന നരകത്തിലേക്ക് പോകുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് മറ്റൊരു ഡോക്ടർ ചോദിക്കുമ്പോഴത്തേക്കും ബിഡ്നയുടെ രൂപത്തിലിരിക്കുന്ന ജസ്റ്റീഷ്യ ആകട്ടെ അതിനുള്ള മറുപടിയും ഞാൻ തന്നെ നൽകണോ എന്നൊരു ചോദ്യമൊക്കെ തിരിച്ച് അവരുടെ അടുത്തും ചോദിക്കുകയാണ്.
ആ ഒരു സീനോട് കൂടിയാണ് ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.